ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്ന് നമ്മൾ ഒരു സംഭവമായിട്ട് വന്നേക്കുവാണ്. എന്തോ ആണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിൽ കിടക്കുന്ന ഒരു ഐറ്റമാണ് ഗൈസ്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. 3, 2, 1 ഗോ. കിടക്കുന്ന നമ്മുടെ ഐറ്റം. ഓക്കെ, അപ്പോൾ എന്താണേലും ചെയ്സൊക്കെ എടുത്ത് കുറേ ഡിലേ ഒക്കെ ആയായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് കാണുമ്പോൾ തന്നെ ബാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏതാണ് ബോഡിന്ന്. കണ്ടില്ലേ, ബാക്ക് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡി സെഡോൺ ആണെന്നൊക്കെ. എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്ന സെഡോൺ ആണെന്നാണ്. പക്ഷേ അപ്പോൾ എല്ലാവരും സെഡോൺ ആണ്. നമ്മുടെ വണ്ടി അപ്പോൾ സെഡോൺ അല്ല, സെഡസ്ത്രയാണ്. ഫുള്ള് പളവള തിളങ്ങുന്നൊക്കെ ഉണ്ട്. സെറ്റായിട്ട് തിളങ്ങി നിൽക്കുവാണ്. ഇപ്പം പുതിയതായിട്ട് നമ്മൾ ബാംഗ്ലൂർ പ്രകാശിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്ന വഴിയാണ്. സെറ്റ് നമ്മുടെ സെഡസ്ത്രയാണ് ബോഡി. നമ്മുടെ ഫ്രണ്ട് കൗള് സെഡസ്ത്രയും ബാക്ക് കൗള് നമ്മുടെ സെഡോണിൻ്റെ ആ ഒരു ലുക്കിൽ കൊണ്ടുവന്നേക്കുന്നത്. 45 സീറ്റർ അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മൾ പള തിളങ്ങുന്ന കണ്ട നമ്മുടെ അപ്പുറത്തുള്ള സംഭവങ്ങളൊക്കെ ഈ നമ്മുടെ വണ്ടിയെ കാണാം. അപ്പോൾ ഡിലേ ആവാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയായിട്ട് സൗണ്ട് വർക്കിനൊക്കെ കയറ്റി അങ്ങനെ കുറേ പ്രശ്നമായിരുന്നു. അതാണ് ഡിലേ ആയത്. നമ്മുടെ ബാക്ക് കൗള് നമ്മുടെ സെഡോണിൻ്റെ, ഫ്രണ്ട് കൗള് സെഡസ്ത്രയുടെ. അപ്പോൾ നമ്മൾ 2 ചെയ്സ് എടുത്തു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും 2 ചെയ്സ് എടുത്തിട്ട് ഒരെണ്ണേ ഉള്ളൂ എന്ന്. അല്ല ഗൈസ്, ഒരെണ്ണം സെഡോണാണ്, ഫുള്ള് സെഡോൺ. 45 സീറ്റർ സെഡോണാണ്. അവൻ അവിടെ പ്രകാശി കിടക്കുവാണ്. വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം കുറച്ചുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവനെ നമ്മൾ തന്നെ ആയിരിക്കും എടുക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഇവൻ വന്നല്ലോ. എന്തായാലും ഇവൻ്റെ വർക്കൊക്കെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫുള്ള് അത്യാവശ്യം വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ പ്രകാശിൽ നിന്ന് ചെയ്തു തരുന്ന കുറച്ച് വർക്കുകളൊക്കെ എല്ലാം സെറ്റാണ്. ഇനിയും നമുക്ക് ഗ്രാഫിക്സ് അടിക്കണം, പിന്നെ പേര് നെയിം ബോർഡ് വെക്കണം. അങ്ങനെ കുറച്ച് സീനേ ഉള്ളൂ. ഇവിടെ 2 പേരുണ്ട്. നമ്മുടെ വണ്ടി കാണാനായിട്ടൊക്കെ വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് മാറ്റിയേക്കാം. എന്തായാലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, നമുക്ക് വണ്ടി എടുത്ത് അങ്ങ് മാറ്റിയേക്കാം. ഗൈസ്, ഈ ബസ് സിമുലേറ്റർ ഇന്ത്യയാണ് ഇപ്പോൾ നമ്മൾ കളിക്കുന്നത്. അപ്പോൾ എന്താണെന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യയിൽ ഈ വണ്ടിക്ക് നമ്മുടെ ഈ സെഡസ്ത്ര ഈ വണ്ടിക്ക് സൗണ്ട് ഇല്ല. എന്താണെന്ന് എനിക്കറിയില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സൗണ്ട് ഇല്ല. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ ഷെഡിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് നേരെ ഒരു 250 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ ഷെഡിലോട്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ നമ്മുടെ വീട്ടിലോട്ടും കുറേ ദൂരമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്തേക്കാം. നമ്മുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. കുറേ പേര് ബാക്കിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. അവരൊന്നും തട്ടാതെ നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങ് എടുത്തേക്കാം. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഷെഡിലേക്ക് പോകാൻ. ഇവിടുന്ന് ഇപ്പം തുടങ്ങിയെങ്കിലേ ഒരു രാവിലെ 7 മണിയാകുമ്പോൾ നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ നമ്മുടെ ഷെഡിൽ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് വീഡിയോയും ഫോട്ടോയും പിന്നെ മാസ് എൻട്രി അതുപോലെ സംഭവങ്ങളെല്ലാം ചെയ്തിട്ട് റീൽസും ഷോർട്സും ഒക്കെ ഉണ്ടാക്കി കുറേ പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളങ്ങ് കത്തിച്ച് വിടുവാണ്. ഇത് ഇങ്ങോട്ട് വരുന്നപ്പോൾ ഓക്കെ 2 വേ ആണ്. ഞാൻ വിചാരിച്ചു 1 വേ ആയിരിക്കുമെന്ന്. കാറുകാരൻ നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നു. ഞാൻ വിചാരിച്ചു 1 വേ ആയിരിക്കുമെന്നാ. കുഴപ്പമില്ല, 2 വേ ആണ്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം നമ്മൾ നമ്മുടെ പഴയ ആ ഒരു സ്പീഡൊന്നും എടുക്കുന്നില്ല. കാരണം പുത്തൻ വണ്ടിയല്ലേ. പിന്നെ അതുപോലെ നമ്മുടെ വണ്ടിയുടെ തിളക്കമൊക്കെ കണ്ടോ, സ്പീഡിലും വളാന്ന് തിളങ്ങുന്നു. പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ പ്രകാശിൽ നിന്ന് നേരെ എടുത്തുകൊണ്ട് വരുവാണ്. അതാണ് അവർ ഫുള്ള് തുടച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കുറച്ച് ഡിലേ ആയി. എന്തായാലും നമ്മുടെ സംഭവം നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലിപ്പെല്ലാം നമ്മുടെ ഈ വണ്ടിയുടെ ലിപ്പെല്ലാം വെച്ചത് നമ്മുടെ പ്രകാശിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ലിപ്പൊക്കെ വെപ്പിച്ച് സെറ്റാക്കിക്കൊണ്ട് ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലൊക്കെ അത് മെയിനാണ്. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മറന്നുപോയി. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ താഴെ കൊടുത്തേക്കുന്ന ലിങ്ക്, അതായത് ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യാത്തവരുണ്ട്, ഫോളോ ചെയ്യുക. നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ഗോസ്റ്റിൻ്റെ ഒരു തീമിലൊക്കെയാണ് നമ്മുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയർ ഒന്നും നമ്മൾ ഏത് വണ്ടികൾ ചെയ്താലും മാറ്റമൊന്നും വരുത്തത്തില്ല. എല്ലാം ഇത് തന്നെയാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്
ഓക്കെ ഓക്കെ. ഇവിടെ ഇത്രയും വണ്ടികളുടെ ഇടയിൽ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ ഇത്രയും ഫുൾ വൈറ്റിൽ അടിപൊളി തിളങ്ങിയൊക്കെ പോകുന്നത്. ഇനി അവിടെ എത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പതിയെ അങ്ങ് നീങ്ങാം. ഓക്കെ ഓക്കെ, വണ്ടിയൊന്നും വരുന്നില്ലല്ലോ. നൈസായിട്ട് സൈഡ് അങ്ങ് ഒതുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഇടത്ത് പിടിച്ചങ്ങ് പോവാം. ഓക്കെ, സെറ്റ്. അടിപൊളിയായിട്ട് വണ്ടി വളഞ്ഞ് കിട്ടിയിട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് പറത്തി അടിച്ച് നേരെ നമ്മുടെ ഷെഡിലോട്ട് വിടാം. അവിടെ പോകുന്നതിൻ്റെ വഴിക്ക് നമുക്ക് ജസ്റ്റ് കടയിലൊക്കെ നിർത്തി ജസ്റ്റ് ഒന്ന് ചായയൊക്കെ കുടിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നാട്ടിലെത്തിയിട്ട്, അതായത് നമ്മുടെ ആ ഷെഡിൻ്റെ ആ ഭാഗത്തായിട്ട് എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മളിത് നമ്മുടെ വണ്ടിയുടെ ആ ഷെഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. സാധാരണ ഈ ഒരു ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ ടയേർഡ് ആവുന്നതാണ്. അതായത് വണ്ടി ഡ്രൈവ് ചെയ്ത് നല്ല രീതിയിൽ ടയേർഡ് ആവുന്നതാണ്. ഇതുപോലെ 2 ഡേയ്സ് 3 ഡേയ്സ് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമ്പം നല്ല രീതിയിൽ ടയേർഡ് ആവുന്നതാണ്. ബട്ട് ഈ ഒരു ടൈമിൽ എനിക്ക് ടയേർഡൊന്നും വലുതായിട്ട് തോന്നിയില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. പുത്തൻ വണ്ടി എടുക്കുന്നതിൻ്റെ ഒരു ഇതിലാണെന്ന് തോന്നുന്നു. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പോയത്. ഓക്കെ, അവിടെ പോയപ്പോൾ നല്ല കിടിലമായിട്ട് നമ്മുടെ വണ്ടിയൊക്കെ റെഡിയാക്കി ഇട്ടേക്കുന്ന കണ്ടപ്പം പകുതി ഒരു എനർജിയൊക്കെ കിട്ടിയ പോലെയാണ്. അതാണെന്ന് തോന്നുന്നു. നമ്മൾ ടയേർഡൊന്നും ആയില്ല ഇത്രയും ദൂരം ഓടിച്ചിട്ട്. എന്തായാലും നാളെ വല്ലതും നമ്മുടെ ആ ചെറിയ വർക്കേ ഉള്ളൂ നമ്മുടെ സെഡോണിന്. അവൻ്റെ വർക്ക് നാളെ തീരുവാണെങ്കിൽ നമ്മൾ നാളെ തന്നെ പോയി എടുക്കും ഗൈസ്. നാളെ തന്നെ ഇവിടുന്ന് ഇന്ന് വന്നതാണെങ്കിലും നാളെ തന്നെ നമ്മൾ പോയി അവനെ എടുക്കും, നാളെ വർക്ക് തീരുവാണെങ്കിൽ. കാരണം കുറച്ച് വർക്കേ ഉള്ളൂ, ലിപ്പ് വെക്കുക അതുപോലെ അകത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പം മിക്കവാറും നാളെയോ മറ്റന്നാളോ വണ്ടിയുടെ വർക്ക് തീരും. അത്രയും ഒരു പണിയേ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും അത് കഴിയുമ്പം വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ടെങ്കിൽ പോരാ. അപ്പോൾ എന്തായാലും നാളെ അവർ വിളിക്കുവാണെങ്കിൽ നമ്മൾ നാളെ തന്നെ വണ്ടി എടുക്കാനായിട്ട് ചെല്ലുന്നതാണ്. എപ്പം നമ്മുടെ വണ്ടി എടുക്കാൻ കിട്ടിയാലും നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ ദൂരം ഓടിച്ച് നമ്മുടെ ഷെഡിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ നിർത്തി വെച്ചായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഷെഡിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും അവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് നമുക്ക് കുറേ കലാപരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ബസ് ട്രാഫിക്കാണെന്ന് തോന്നുന്നു. അവിടെ KSRTC ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. KSRTCയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. KSRTCയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് നാളെ ഒരു KSRTC ഡ്രൈവ് ഉണ്ട്. പക്ഷേ നാളെ പോകാൻ പറ്റത്തില്ല. നമ്മുടെ പ്രകാശിൽ നിന്ന് വിളിക്കുവാണെങ്കിൽ നാളെ പോകാൻ എന്തായാലും പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴാണ് ഓർത്തത്. നാളെ ഒരു ശബരിയാണോ എക്സ്പ്രസ് ആണോ അതറിയത്തില്ല, അവർ പറയും. പിന്നെ എന്തായാലും നൈറ്റ് ഡ്രൈവ് ആണ്. അപ്പോൾ അത് നമ്മുടെ വരുന്ന ചാനൽ, നമ്മുടെ സെക്കൻഡ് ചാനലാണ്, ഗെയിമിംഗ് ഡ്രൈവർ 3.0 വരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇടത്ത് പിടിച്ച് പോയാലും നമ്മുടെ ഗ്യാരേജിലോട്ട് എത്തും. എന്തായാലും നമുക്ക് ഇതുവഴി പോവാം. ഇതുവഴി പോയി ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇതുവഴി ഒരു സ്റ്റാച്ചുവിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാരേജിലെത്താം. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നോക്കിയിട്ടേ കയറ്റാൻ പറ്റത്തുള്ളൂ. അതാണൊരു സീൻ. കണ്ടില്ലേ, ഇവിടെ നിർത്തിയിട്ട് 2 സൈഡിൽ നിന്നും വണ്ടി വരുന്നത് നോക്കിയിട്ട് ഗ്യാരേജിൽ ഷെഡിലോട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ. അതാണ് വേറൊരു സീൻ. മറ്റേതാകുമ്പോൾ നേരെ വന്ന് ഒറ്റയൊടിക്ക് തിരിച്ചങ്ങ് കയറ്റാം. ഓക്കെ, അപ്പോൾ നാളെ ഒരു ശബരി എക്സ്പ്രസ് ഡ്രൈവിംഗ് ഉണ്ട്. അപ്പം അതിൻ്റെ നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ആ വീഡിയോ നമ്മുടെ ആ ശബരിയാണോ എക്സ്പ്രസ് ആണോ എന്നറിയത്തില്ല. അപ്പം അതോടിക്കുന്ന വീഡിയോയും നമ്മൾ ഇടുന്നതായിരിക്കും ആ സെക്കൻഡ് ചാനലിൽ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, എന്നാലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് റിവേഴ്സിലേക്ക് ഇറക്കി വെളിയിൽ തന്നെ ഒന്നിട്ടിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, നമുക്കെന്തായാലും ബാക്കിലോട്ട് ഇറക്കാം. സൈഡ് എൻ്റെ അളിയ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്ക്രാച്ചായി. സീനില്ല, സ്ക്രാച്ച് ആയോന്ന് അറിയത്തില്ല ഗൈസ്. എന്തായാലും ചെന്ന് ഇറങ്ങി ഒന്ന് നോക്കട്ടെ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടിയതേ ഉള്ളൂ, സ്ക്രാച്ചൊന്നും ആവാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് ഒന്ന് തട്ടിയതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഫുള്ള് ബ്ലൂ കളറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ
എൻജിൻ കവറൊക്കെ തുറന്ന് നമ്മുടെ ബോണറ്റൊക്കെ തുറന്ന് സെറ്റാക്കി ഇങ്ങനെ നിർത്തിയേക്കുവാണ്. പൊളി. അപ്പോൾ എന്തായാലും ഇവനെ നമുക്ക് നമ്മുടെ നെയിം ബോർഡ് വെക്കണം, അതുപോലെ എഡിഷൻ നെയിം വെക്കണം, പിന്നെ എന്താണ് ഗ്രാഫിക്സ് അടിക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മുടെ ബ്ലൂ കളർ ഉടുപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളെ ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ സെക്കൻഡ് ചാനലും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കുക. നാളെ ഒരു KSRTC ഡ്രൈവിൻ്റെ വീഡിയോ ഉണ്ട്, അതെല്ലാവരും മറക്കാതെ കാണണം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.